ഓം ശാന്തി. എൻ്റെ പ്രാണേശ്വരനായ ശിവബാബ, ഗുഡ് മോർണിംഗ്. പ്രകാശബിന്ദുവായ ഞാൻ ആത്മാ ഈ ശരീരത്തിൽ ഇരുപുരുകങ്ങളുടെയും മധ്യത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മജ്യോതിയാണ്. എൻ്റെ ഫരിസ്താ സ്വരൂപത്തെ ഞാൻ കാണുകയാണ്. മനോഹരമായ തൂവെള്ള പ്രകാശം കൊണ്ടുണ്ടാക്കിയ ഫരിസ്താ ശരീരം ഞാൻ ഈ പ്രകാശ ശരീരമാകുന്ന വാഹനത്തിലൂടെ സഞ്ചരിക്കുകയാണ്. സൂര്യചന്ദ്ര താരാഗണങ്ങളെയും മറികടന്ന് സൂക്ഷ്മലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ അമൃതവേളയിൽ എന്നെ സ്വീകരിക്കുന്നതിനു വേണ്ടി ഇരുകരങ്ങളും നീട്ടി ബാബ്ദാദ നിൽക്കുന്നു. വരൂ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, വദനത്തിലേക്ക് വന്നാലും ഞാൻ ബാബ്ദാദയെ എൻ്റെ മുന്നിൽ കാണുന്നു. ബാബയുടെ ഭൃകുടിയിൽ നിന്നും ഞാൻ ആത്മാവിലേക്ക് ശക്തിശാലിയായ വെളുത്ത പ്രകാശകിരണം ഒഴുകി വരികയാണ്. ബാബ്ദാദ എൻ്റെ ശിരസിൽ കൈവച്ചിരിക്കുന്നു. എനിക്ക് വരദാനം തരികയാണ്. മാസ്റ്റർ ശാന്തിയുടെ സാഗരമായി ഭവിക്കട്ടെ. ഞാൻ ആത്മാവിലേക്ക് അനന്തമായ ശാന്തിയുടെ പ്രകാശം ഒഴുകിയെത്തുകയാണ്. എൻ്റെ ഈ പ്രകാശ ശരീരം മുഴുവനും ശാന്തിയുടെ ഊർജം പ്രവഹിക്കുന്നു. ബാബ്ദാദയുടെ നയനങ്ങളിൽ നിന്നും വരുന്ന കറണ്ട് എന്നിലേക്ക് പ്രസരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാ
ഈ പ്രകാശ ശരീരത്തിൽ നിന്നും വേർപെടുകയാണ്. മുകളിലേക്ക് സഞ്ചരിക്കുന്നു. എൻ്റെ സ്വീറ്റ് സൈലൻസ് ഹോമിലേക്ക്, ശാന്തിയുടെ ഗ്രഹമായ പരമധാമത്തിലേക്ക് പ്രവേശിക്കുന്നു. നാലു ഭാഗത്തും അതിമനോഹരമായ സുവർണ ചുവപ്പ് നിറം പ്രസരിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ ശാന്തി ലോകത്തിലാണ്. ശാന്തിയുടെ പരിധിയില്ലാത്ത സാഗരമായ ശിവബാബ എന്നെ ബാബയുടെ അടുത്തേക്ക് വലിക്കുന്നു. ഞാൻ ബാബയുടെ തൊട്ടടുത്തിരിക്കുകയാണ്. ശിവബാബയിൽ നിന്നും ആത്മനക്ഷത്രമായ എന്നിലേക്ക് ശാന്തിയുടെ നിസ്സീമമായ പ്രകാശം ആഴ്ന്നിറങ്ങുകയാണ്. അതിഗഹനമായ ശാന്തി ഞാൻ അനുഭവിക്കുന്നു. ഞാൻ മാസ്റ്റർ ശാന്തിയുടെ സാഗരമാണ്. ശാന്തസ്വരൂപനായ ആത്മജ്യോതിയാണ്. എന്നിലെ ശാന്തിയുടെ ഊർജം സർവരിലേക്കും പ്രസരിപ്പിക്കുന്നതിനു വേണ്ടി വീണ്ടും ഞാൻ ഫരിസ്തയായി മാറുന്നു. സൂക്ഷ്മലോകത്തിലേക്ക് എൻ്റെ പ്രകാശ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. ഞാൻ ബാബ്ദാദയുടെ മുന്നിൽ നിൽക്കുന്നു. ബാബ പറയുന്നു, കുഞ്ഞേ, നീ ഈ വിശ്വത്തിൽ ശാന്തി പുനഃസ്ഥാപിക്കുന്നതിന് നിമിത്തമായിരിക്കുകയാണ്. മുഴുവൻ ദിവസവും സദാ ശാന്തിയുടെ സ്വരൂപമായി സ്ഥിതി ചെയ്യൂ. സദാ
ശാന്തി പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കൂ. ബാബയിൽ നിന്നും എന്നിലേക്ക് ശാന്തി ഒഴുകിയെത്തുന്നത് ഞാൻ അറിയുന്നു. എൻ്റെ കർമ്മേന്ദ്രിയങ്ങൾ ശാന്തവും ശീതളവുമായി മാറുകയാണ്. ഞാൻ സമ്പൂർണമായും ശാന്തിയുടെ സ്വരൂപമായ ആത്മാവാണ്. ബാബയുടെ ഈ പ്രകാശത്താൽ എൻ്റെ മനസ്സും ബുദ്ധിയും ശാന്തമാകുന്നു. ശീതളമാകുന്നു. എൻ്റെ സംസ്കാരം ശ്രേഷ്ഠമാകുന്നു. എൻ്റെ ഫരിസ്താ ശരീരം തേജസ്സു നിറഞ്ഞതായി മാറുന്നു. ബാബ്ദാദ വരദാനം നൽകുന്നു. സദാ ശാന്തസ്വരൂപമായി ഭവിക്കട്ടെ. ശാന്തിയുടെ ലൈറ്റ് ഹൗസായി ഭവിക്കട്ടെ. ഒരു ലൈറ്റ് ഹൗസിൽ നിന്നെന്നതുപോലെ എന്നിൽ നിന്നും ശാന്തിയുടെ പ്രകാശം പ്രസരിക്കുന്നു. ഞാനും ബാബ്ദാദയും കമ്പൈൻഡായി ഫരിസ്താ രൂപത്തിൽ നവഗ്രഹങ്ങൾക്കു മുകളിലായി നിൽക്കുന്നു. സൂര്യനും ചന്ദ്രനും നവഗ്രഹങ്ങൾക്കും ഞാൻ ശാന്തിയുടെ പ്രകാശം പ്രസരിപ്പിക്കുന്നു. ഞാനിപ്പോൾ ഭൂഗോളത്തിനു മുകളിലേക്ക് വരുന്നു. മുഴുവൻ ഭൂമിയിലേക്കും എൻ്റെ കണ്ണുകളിൽ നിന്നും ശാന്തിയുടെ പ്രകാശം പരക്കുന്നു. ഭൂഗോളത്തിനു ചുറ്റും ശാന്തിയുടെ പ്രകാശവലയം ഞാൻ കാണുന്നു. ഭൂമിയുടെ അന്തരീക്ഷം ശാന്തിയുടെ പ്രകാശത്താൽ നിറഞ്ഞിരിക്കുന്നു. ഭൂമിയിലെ ഓരോ മനുഷ്യാത്മാവും മറ്റു ജീവജാലങ്ങളും ശാന്തിയുടെ
തരംഗങ്ങൾ സ്വീകരിച്ച് ശാന്തി അനുഭവിക്കുകയാണ്. ഓരോ മനുഷ്യനും ജീവജാലങ്ങളും ശാന്തമാകുന്നു. ഓരോരുത്തരുടെയും നെറ്റിയിൽ ശാന്തിയുടെ ആത്മനക്ഷത്രം ജ്വലിക്കുകയാണ്. ഈ അമൃതവേളയിൽ ഈ ഭൗതിക ലോകത്തിൽ പരംധാമത്തിലേതുപോലെ നിസീമമായ ശാന്തി നിറയുകയാണ്. ഭൂമി ശാന്തിയുടെ തരംഗങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. സർവം ശാന്തിമയം. ഭൂമിയും ഭൗതിക ലോകത്തിലെ ജീവജാലങ്ങളും അതിൻ്റെ യഥാർത്ഥ താളക്രമം വീണ്ടെടുക്കുകയാണ്. ശാന്തിയുടെ ലോകം പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. എന്നിൽ നിന്നും ശാന്തിയുടെ കറണ്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ ശാന്തിയുടെ ലൈറ്റ് ഹൗസ് ആണ്. ശാന്തി പരത്തിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥയാണ്. ഓം ശാന്തി.